നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ശത്രു നമ്മുടെ പുറത്തല്ല, നമ്മിൽ തന്നെയാണ് എന്ന് ഒരുപാട് സന്ദേശങ്ങളിൽ നമ്മൾ കേൾക്കാറുമുണ്ട്, വായിക്കാറുമുണ്ട്. നമ്മളതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ചിന്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഉയർച്ചയുടെ പ്രതിബന്ധം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളല്ല, നമ്മിൽ തന്നെ കുടികൊള്ളുന്ന ചില മോശ വികാരങ്ങളാണ്, മോശ ചിന്തകളാണ്, അല്ലെങ്കിൽ മോശങ്ങളാണ്. അതിനെ പ്രധാനമായിട്ടും പറഞ്ഞത് ആങ്കർ, പ്രൈഡ്, ഗ്രീഡ്, ഹേറ്റഡ് ആണ്. ഈ 4 നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈവരിക്കാനാവില്ല. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ചിന്തയും ഭാവനയും ഇതൊക്കെ പോകട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആത്മാവും നഷ്ടപ്പെടുത്തുന്ന 4 പ്രധാന ശത്രുക്കളാണത്. ദേഷ്യം, മുൻകോപം, എടുത്തിയാടിയുള്ള സംസാരവും വിവേകം കൂടാതെയുള്ള പെരുമാറ്റവും. പ്രൈഡ്, എല്ലാം ഞാനാണെന്നും എന്നിലാണെന്നും എന്നെ കൊണ്ടാണെന്നും ഞാൻ മാത്രം നല്ലവനും ഞാൻ മാത്രം കുറ്റമറ്റവനും ബാക്കി എല്ലാവരിലും തെറ്റും, ബാക്കി എല്ലാവരിലും കുറവും, ബാക്കി എല്ലാവരും പ്രശ്നക്കാരും എന്നുള്ള ആ ഒരു അഹന്ത. അതുപോലെ നമുക്ക് ദൈവം ദാനമായി തന്നിട്ടുള്ള നമ്മുടെ ഭൗതിക അല്ലെങ്കിൽ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആ അവസ്ഥയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഒരു ചിന്തയും അതിൽ തന്നെയുള്ളൊരു ആശ്രയവും, ദൈവത്തെയും സഹജീവികളെയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് യഥാർത്ഥത്തിൽ പ്രൈഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഗ്രീഡ്. ആ ഗ്രീഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്ന അതിമോഹം എന്ന് മലയാളത്തിൽ പറയും. ഈ അതിമോഹത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തയും ബുദ്ധിയെയും വികാരങ്ങളെയും ബാധിക്കുന്ന തലങ്ങളിലും ഈ ഗ്രീഡ് വല്ലാതെ ഇന്നത്തെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. നമുക്കെന്ത് ആവശ്യമുണ്ടെന്നും നമുക്കെന്ത് നന്മയ്ക്ക് ഉപകരിക്കുമെന്നും നമ്മൾ എന്തുകൊണ്ട് തൃപ്തി അടയണമെന്നും ആ തൃപ്തിയിൽ സന്തോഷം കണ്ടെത്തണമെന്നും ചിന്തിക്കാതെ നമുക്ക് ആവശ്യമില്ലാത്തതിനെക്കുറിച്ചും നമുക്ക് ഉപയോഗമില്ലാത്തതിനെക്കുറിച്ചും നമുക്ക് ഉപകരിക്കാൻ സാധ്യതയില്ലാത്തതിനെക്കുറിച്ചും നമുക്ക് വേണ്ടാത്തതിനെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് വേവലാതിപ്പെട്ട് അതിനെ സ്വന്തമാക്കാനും അത് ആസ്വദിക്കാനുമുള്ള അതിരുകടന്ന ചിന്തകളും പ്രവൃത്തികളും അതാണ് ഗ്രീഡ് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആവശ്യത്തിനുള്ളത് ദൈവം തന്നിട്ടുണ്ട്, അത്യാവശ്യത്തിനുള്ളത് ദൈവം കരുതിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് എന്തിന് നമ്മൾ വേവലാതിപ്പെടുന്നു, എന്തിന് നമ്മൾ അത്യാഗ്രഹം കാണിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 4മത്തേതാണ് ഹെയ്റ്റ്രഡ്. ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കാണുന്ന വലിയൊരു തിന്മയാണ് വെറുപ്പ്. ഇന്ന് മനുഷ്യരും തമ്മിലും സമൂഹത്തിലെ സമുദായങ്ങൾ തമ്മിലും അതുപോലെ കുടുംബങ്ങൾ തമ്മിലും ബന്ധുതകൾ തമ്മിലും ബന്ധങ്ങൾക്കിടയിലുമൊക്കെ നാം അറിയാതെ തന്നെ നാം വെറുപ്പ് സൃഷ്ടിക്കുകയാണ്. നാം അവരെ വെറുക്കുന്നു, നാം അവരിൽ വെറുപ്പ് സൃഷ്ടിക്കുന്നു, നാം അവരെ വെറുത്ത് മാറ്റി നിർത്തുന്നു, നാം അവരിൽ സൃഷ്ടിക്കുന്ന വെറുപ്പ് വഴിയായിട്ട് അവർ നമ്മിൽ നിന്നും അകന്ന് മാറാൻ നിർബന്ധിതരുമാകുന്നു. അപ്പോൾ ഈ വെറുപ്പിൻ്റെ ആ ഒരു ചിന്തയും വെറുപ്പിൻ്റെ ആ ഒരു സമീപനവും ജീവിതത്തിൽ മാറ്റി നിർത്തിയിട്ട് നാം നമ്മോട് ബന്ധപ്പെടുന്നവരും ആയിട്ടുള്ളവരെ തന്നെ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാനായിട്ടുള്ളൂ. രണ്ടാമത് ദൈവം നമ്മുടെ ചുറ്റുപാടും തന്നിട്ടുള്ളവയെ സ്നേഹിക്കാനായിട്ട്. മൂന്നാമത് നമ്മുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു തന്നവരെ
സ്നേഹിക്കാനായിട്ട്. നാം ആരും ഒന്നും തികഞ്ഞവരല്ല. എല്ലാവരിലും കുറവുകളുണ്ട്. നമ്മുടെ കുറവുകളെ നാം അവഗണിക്കുന്നു, മറ്റുള്ളവരുടെ കുറവുകളെ നാം പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുറവുകളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടും അവരൻ്റെ കുറവിലേക്കുള്ള നിറവാണ് താനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരൻ്റെ കുറവുകളെ അവഗണിച്ചുകൊണ്ട് നാം തന്നെ അവരെ സ്നേഹിക്കാനും അവരെ മാനിക്കാനും അവരോട് ബന്ധപ്പെടാനുമൊക്കെ നമുക്ക് സാധിച്ചാൽ സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ വളരും. അല്ലാത്ത പക്ഷം ബന്ധങ്ങൾ തളരും. ആ തളർച്ച തകർച്ചയിലേക്ക് നയിക്കും, അത് അകൽച്ചയിലേക്ക് നയിക്കും, അത് അസ്വസ്ഥതയിലേക്ക് നീക്കുകയും ചെയ്യും സമൂഹത്തെ, നമ്മൾ ഓരോരുത്തരെയും. അപ്പോൾ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള വലിയൊരു വൈകാരിക പ്രശ്നമാണ് ഈ വെറുപ്പ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുപ്പിനെ അകറ്റി നിർത്തി സ്നേഹത്തിൻ്റെ ഒരു സമൂഹം സൃഷ്ടിക്കാൻ, സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം അവനവനിൽ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ആരെയും വെറുക്കാതെ നമ്മളാവുന്ന വിധത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനും അവരെ മാനിക്കാനും അവരിലുള്ള കുറവുകളെ അവഗണിക്കാനും അവനവനുള്ള കുറവുകളെക്കുറിച്ച് ബോധവാന്മാരായി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് നമ്മിൽ തന്നെ സന്തോഷം ഉണ്ടാവും. നമുക്ക് തന്നെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും ഐശ്വര്യവും കൈവരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.